ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഗെയിമിംഗ് മാസ്കോട്ട് ലോഗോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതിൽ ഞാൻ ഏതൊക്കെ രീതിയിലാണ് വരയ്ക്കേണ്ടതും എങ്ങനെയൊക്കെയാണ് വരച്ച് തുടങ്ങേണ്ടതും എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നിങ്ങൾ ആരുടെ ഇമേജാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാസ്ട്രോയുടെ ഇമേജാണ് വെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാസ്ട്രോയുടെ ഇമേജ് ഞാൻ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫോട്ടോ ഇതിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ കറക്റ്റ് ഹെഡ് മാത്രം കട്ട് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം റൈസ് ചെയ്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഗെയിമിംഗ് ക്യാരക്ടർ ഏത് മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ രണ്ടാമതായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഹെഡ് നമ്മൾ ആ ഒരു ക്യാരക്ടറുമായിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. അതായത് ആ കോളറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം എറേസ് ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ ഔട്ട്ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. മെയിൻ ഔട്ട്ലൈൻ വരച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ലൈൻസ് എല്ലാം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ റെഫറൻസ് ഇമേജ് ആവശ്യത്തിന് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങുന്നത് മെയിനായിട്ട് പെൻ ടൂളായിരിക്കും. അപ്പോൾ പെൻ ടൂളാണ് നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെൻ ടൂൾ അറിയാത്തവർ പെൻ ടൂൾ ഇത് നോക്കി പഠിക്കുക. പെൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബോൾ പോയിൻറ്റ് പെൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ ബോൾ പോയിൻറ്റ് പെൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കളറും സ്ട്രോക്ക് വിഡ്ത്തൊക്കെ നിങ്ങൾക്ക് അവസാനം അല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. പെൻ ടൂൾ വരയ്ക്കാൻ അറിയാത്തവർ ഇതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ ഡോട്ട്സ് ഇട്ട് വരച്ച് പോകുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കർവ് ചെയ്യേണ്ട ഭാഗത്ത് ആ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഏത് ഭാഗത്താണ് കർവ് വരുന്നത് ആ ഭാഗത്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ആ ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കർവ് ചെയ്യണോ ഷാർപ്പ് ചെയ്യണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വളരെ സിമ്പിളാണ് പെൻ ടൂൾ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ആർട്ട് ചെയ്യുന്നത് മുഴുവൻ ടൈം ഏകദേശം എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂറോളം ടൈം എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ വരയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ വളരെ ടൈം എടുത്തുകൊണ്ട് ചെയ്തൊരു ആർട്ടാണ്. അപ്പോൾ ഒരുപാട് ഇതിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഭാഗങ്ങളും ഇതിൻ്റെ ടെക്നിക്കുകൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ റിസ്ക് എടുത്ത് ടൈം എടുത്ത് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അവസാനം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ആ ഒരു വരച്ച ലെയറിൽ സെലക്ട് ചെയ്തതിന് ശേഷം ടൂളിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ വരച്ച ലൈനിലൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് കളറും അതേപോലെ സ്ട്രോക്ക് വിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏത് ലൈൻ വരയ്ക്കുമ്പോഴും ഇതുപോലെ അവസാനം നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൻ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിലുള്ള ഔട്ട്ലൈൻസൊക്കെയാണ് വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുക. പഴയ ലെയറിൽ, അതായത് മെയിൻ ഔട്ട്ലൈൻ വരച്ച ലെയറിൽ വരയ്ക്കരുത്, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്ത് വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കർവും, അതായത് ഓരോ ഷാർപ്പായിട്ടുള്ള ഏരിയാസൊക്കെ കറക്റ്റ് ലൈനും എല്ലാം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രീ ഹാൻഡിൽ വരയ്ക്കുമ്പോൾ ഈ ഒരു നല്ല നീറ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. വളരെ നന്നായിട്ട് നമുക്കിത് ഓരോ ലൈൻസും അതായത് ഓരോ എഡ്ജസൊക്കെ നമുക്ക് വളരെ വൃത്തിയായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാസ്കോട്ട് ലോഗോയും മറ്റ് ഇലുസ്ട്രേഷൻസൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഒക്കെ പെൻ ടൂൾ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് ഇനി മുതൽ ചെയ്യാൻ പറ്റും. മാക്സിമം എല്ലാവരും പെൻ ടൂൾ യൂസ് ചെയ്ത് പഠിക്കുക, നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഉള്ളിലുള്ള കളറുകളൊക്കെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഉള്ളിലുള്ള ക്ലോത്തിലെ കളർ ഫില്ല് ചെയ്യണോ അതോ നിങ്ങൾക്ക് ഫേസ് വർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് ഫേസാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ പോർഷൻസിൽ വരുന്ന ഡാർക്കായിട്ടുള്ള ഏരിയാസും അതേപോലെ ഫേസിൽ വരുന്ന ഓരോ ഡാർക്ക് എഡ്ജസൊക്കെ നമ്മൾ ബ്ലാക്ക് വെച്ച് ചെയ്യുകയാണ്. ഇനി ബാക്കി ഇതിനുള്ളിലുള്ള കളറുകളൊക്കെ നമ്മൾ അതാത് കളർ പിക്ക് ചെയ്തിട്ട് ഇലുസ്ട്രേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫേസിൽ വരുന്ന ഡാർക്ക് ബ്ലാക്ക് ഏരിയാസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിനി ചെയ്യാൻ പോകുന്ന ഉള്ളിലുള്ള ഫേസിൻ്റെ ഏരിയയിൽ ലൈറ്റ് ഡാർക്ക് ഏരിയാസുള്ള സ്കിൻ ടോൺസൊക്കെയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതാത് ഡാർക്ക് ലൈറ്റ് പോർഷൻസൊക്കെ നമ്മൾ കളർ പിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഫ്ലാറ്റായിട്ട് ഓരോ ലെയറിൽ വരച്ച് ചെയ്യുക. അപ്പോൾ ഓരോ ഭാഗത്ത് വരുന്ന ഡാർക്കും ലൈറ്റ് ഷെയ്ഡ്സ് നോക്കി നമ്മൾ കറക്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് വരച്ച് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ടൈം എടുത്ത് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ ഏകദേശം സ്കിൻ ടോണിലെ ഡാർക്ക് ഏരിയ ഏകദേശം ഫില്ലായി കഴിഞ്ഞു. ഇനി ഇതുപോലെ അതൊന്നും ലൈറ്റായി വരുന്ന സ്കിൻ പോർഷൻസൊക്കെ നമ്മൾ ഓരോ ലെയറായിട്ട് ചെയ്യുക. അതാത് ലെയർ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കറക്റ്റായിട്ട് ആ വെക്ടർ ഫയൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കി ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നമ്മുടെ ഫേസിലെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയ വർക്കുകൾ മാത്രമേ ഇനിയിപ്പോൾ ഫേസിൽ ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ വർക്ക് ബോഡിയിലാണ് വരുന്നത്. ബോഡിയിൽ ഡാർക്ക് ലൈറ്റ് ഏരിയാസ് കൂടുതലുണ്ട്. അപ്പോൾ ഡാർക്ക് കളർ എവിടെയൊക്കെ ഒരേ കളർ എവിടെയൊക്കെ വരുന്നുണ്ടോ അതെല്ലാം ഒരു ലെയറിൽ വരച്ചാൽ മതി. അതുപോലെ തന്നെ ചെയ്താൽ മതി മറ്റു കളേഴ്സൊക്കെ. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ഹാൻഡ് ലാസ് പോലെ വരയ്ക്കരുത്. പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരയ്ക്കുക. പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരച്ചാലേ നമ്മൾക്ക് PC ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെ കിട്ടുള്ളൂ, ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഇതിൽ പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുക, നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാസ്കോട്ട് ലോഗോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം വരച്ച ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്ന മെയിൻ ഔട്ട്ലൈൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ ലെയറിൽ നമ്മൾ ഒരു പ്ലെയിൻ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വരയ്ക്കുന്ന ഡാർക്ക് ലൈറ്റ് അതേപോലെ ഗ്രേ കളർ നമ്മളിപ്പോൾ വരയ്ക്കുന്ന ക്ലോത്തിൻ്റെ ഷെയ്ഡ്സൊക്കെ ആ ഒരു ബ്ലാക്ക് കളറിനെ അപേക്ഷിച്ചായിരിക്കും നന്നായിട്ട് കാണിക്കുക. അതായത് ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ആ ഒരു ബ്ലാക്ക് കളർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ മാക്സിമം പല ആളുകളും മാസ്കോട്ട് ലോഗോ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഉള്ളിൽ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ബ്ലാക്ക് കളറിനെ ബേസ്ഡാണ് ഈ ഒരു കളേഴ്സൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ മാസ്കോട്ട് ലോഗോ പെർഫെക്ഷനായിട്ട് കിട്ടുന്നതും ആ ഒരു ലോഗോയ്ക്ക് പ്രത്യേക ഭംഗി തോന്നിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെറിയ പണികൾ മാത്രമേ ഇനിയിപ്പോൾ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ഗ്രേഡിയൻ്റ് കളർ കൊടുക്കാനുണ്ട്. ഹെയറിലും അതേപോലെ തന്നെ ക്ലോത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഗ്രേഡിയൻ്റ് കളർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഒബ്ജക്റ്റാണോ വരച്ചത് ആ ഒബ്ജക്റ്റ് നമ്മൾ എഡിറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ടൂൾസിൽ പോയിട്ട് എഡിറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ വരച്ച ഒബ്ജക്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആ വരച്ച ഒബ്ജക്റ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ വരും. അപ്പോൾ അത് നമ്മൾ ഓരോന്നിലും ഇതേപോലെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹെയറിൻ്റെ പെർഫെക്ഷൻ നമുക്ക് വേറെ അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഓരോ കളർ ഷെയ്ഡും നമുക്ക് ബോഡിയിൽ വരുന്ന ഭാഗത്തൊക്കെ ഗ്രേഡിയൻ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ കാര്യമായിട്ടൊന്നും തന്നെയില്ല. നമ്മൾ ആദ്യം ഒരു ഔട്ട്ലൈൻ വരച്ചു, പിന്നെ രണ്ടാമതൊരു ഔട്ട്ലൈൻ വരച്ചു, നമ്മൾ ഫേസിലെ വർക്കുകളൊക്കെ ഏകദേശം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ നമ്മൾ ബോഡിയിൽ വരുന്ന കളർ ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ അതാത് ലെയറിൽ വരച്ച് സെറ്റ് ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ഇതിലിപ്പോൾ കാര്യമായിട്ടുള്ളൂ. വെക്ടർ ഫയലായിട്ട് വരച്ചെടുക്കുന്ന കാരണം കാര്യമായിട്ട് ഇതിൽ പറഞ്ഞു തരത്തൊക്കെ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ടൈം കിട്ടുന്നത്. ഇതിൻ്റെ വരയ്ക്കുന്ന ഒരു ടൈമിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.